ലായിഖത്ത് എന്ന് പറഞ്ഞാൽ രുചി എന്ന്. മരണത്തിന്റെ രുചി, മരണത്തിന്റെ രസം, മരണത്തിന്റെ വേദന, മരണത്തിന്റെ വെപ്രാളം അതാസ്വദിക്കാത്ത ഒരു സൃഷ്ടിയും അല്ലാഹു പടച്ചിട്ടില്ല. ഖുർആൻ പറയുന്നു കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ശരീരങ്ങളും എല്ലാ ജഡങ്ങളും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യുമെന്ന് ഖുർആൻ. അല്ലാഹു പടച്ച ഈ ആകാശത്തിന്റെ താഴ്വാരത്ത് കിടക്കുന്ന താരാഭാരം പോലെ പരന്നു കിടക്കുന്ന ഈ ദുനിയാവിന്റെ തൊലിപ്പുറത്ത് അല്ലാഹു പടച്ച ഏതൊക്കെ സൃഷ്ടികളുണ്ടോ ആ സൃഷ്ടികൾ മുഴുവനും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യുമെന്ന് ഖുർആൻ. അതാസ്വദിക്കാതെ ഒരു ജഡത്തിനും പോകാൻ കഴിയില്ല. അതാസ്വദിക്കാതെ ഒരു ശരീരത്തിനും ഈ ലോകത്ത് നിന്നും പോകാൻ കഴിയില്ല. ആ മരണത്തിന്റെ മുന്നിൽ സ്ഥാനം ഒരു പ്രശ്നമല്ല, ആ മരണത്തിന്റെ മുന്നിൽ അധികാരം ഒരു പ്രശ്നമല്ല, ആ മരണത്തിന്റെ മുന്നിൽ ആരോഗ്യം പോലും ഒരു പ്രശ്നമല്ല. എല്ലാ ശരീരവും ഒരു അച്ചുതണ്ടിൽ കണ്ടിട്ട് എല്ലാ ശരീരത്തിനും മരണത്തിന്റെ വീതിയിലേക്ക് കടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്ന അത്ഭുതകരമായ മരണത്തെക്കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. വെറും മരണമല്ല മനുഷ്യ, ആ മരണത്തിന്റെ രുചി തന്നെ നിങ്ങൾ അനുഭവിക്കുമെന്ന്, ആ മരണത്തിന്റെ വേദന നിങ്ങൾ അനുഭവിക്കുമെന്ന്, ആ മരണത്തിന്റെ പ്രയാസം നിങ്ങൾ അനുഭവിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. ഈ പള്ളിയുടെ പറമ്പിലേക്ക് നാം ഒന്ന് നോക്കിയേ. കരകുളം മുസ്ലിം ജമാഅത്തിന്റെ ശ്മശാനത്തിലേക്ക് നാം ഒന്ന് നോക്കിയേ പെങ്ങളെ. എത്രയോ ഖബർസ്ഥാനുകൾ നമ്മൾ കണ്ടവരാ. ആ ഖബർസ്ഥാനിൽ മുഴുവനും അടുക്കോടെ ചിട്ടയോടെ സാഹോദര്യ ബന്ധം പുലർത്തിക്കൊണ്ട് തോളോട് തോള് ചേർന്ന് നമസ്കരിക്കുന്നത് പോലെ ആ മണ്ണിൽ ഓരോ ജഡങ്ങളും ചേർന്ന് കിടക്കുകയാ. അതിൽ വിദഗ്ധരായ ഡോക്ടർമാരെ നമുക്ക് കാണാം, അതിൽ വിദഗ്ധരായ എഞ്ചിനീയർമാരെ നമുക്ക് കാണാം, പ്രശസ്തരായ നേതാക്കന്മാരെ നമുക്ക് കാണാം, ലോകം അംഗീകരിച്ച ആളുകളെയും നമുക്ക് കാണാം. എല്ലാ അധികാരങ്ങളും ഈ ഭൂമിയുടെ തൊലിപ്പുറത്ത് വെച്ചിട്ട്, എല്ലാ സ്ഥാനമാനങ്ങളും ഈ ഭൂമിയുടെ തൊലിപ്പുറത്ത് വെച്ചിട്ട്, എല്ലാ അധികാരങ്ങളും കൈയൊഴിഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ മരണത്തെ കൈവരിച്ചില്ലേ? അല്ലാഹുവിന്റെ മുന്നിലേക്ക് അവര് മടങ്ങിപ്പോയില്ലേ? എല്ലാവരും മരണത്തെ വരിച്ചുകൊണ്ട് ഈ ഭൂമി ലോകത്ത് നിന്നും നീങ്ങിപ്പോയില്ലേ? പിന്നെ എന്താ മടിച്ചു നിൽക്കുന്നത്? അല്ലാഹുവിന്റെ അടുക്കൽ നിന്നും ആര് ജീവൻ വാങ്ങിയോ? അല്ലാഹുവിന്റെ സമക്ഷത്തിൽ നിന്ന് ഈ ഭൂമി ലോകത്തേക്ക് ആര് മടങ്ങി വന്നോ? തീർച്ചയായും മരണത്തിന്റെ വേദന അനുഭവിക്കുക തന്നെ ചെയ്യുമെന്ന് ആ മരണത്തെ രണ്ട് കൈകൾ നീട്ടി സ്വീകരിച്ചുകൊണ്ട് ചലനമറ്റ ശരീരത്തോടുകൂടി പള്ളിപ്പറമ്പിലേക്ക് നടന്നു പോകേണ്ടി വരും. പള്ളിപ്പറമ്പിലേക്ക് പോകേണ്ടി വരും. അധികാരത്തിന്റെ മുന്നിൽ പകച്ചു നിൽക്കില്ല മരണം, ആർഭാടത്തിന്റെ മുന്നിൽ പകച്ചു നിൽക്കില്ല മരണം. ആണായാലും പെണ്ണായാലും യൗവനമുള്ളവനായിരുന്നാലും ശൈശവമുള്ളവനായിരുന്നാലും ആര് തന്നെയായിരുന്നാലും ആ മരണം പകച്ചു നിൽക്കില്ല. മരണം അവനെയും കൊണ്ട് പറന്നു പോകും, മരണം അവനെ കൊണ്ടുപോകുക തന്നെ ചെയ്യും, മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആനിൽ ബയ്യനല്ലാഹു അസ്സ വജൽ. ആലമുൽ അർവാഹിൽ നിന്ന് മനുഷ്യന്റെ ജൈത്രയാത്ര തുടരുകയാണ്. ആലമുൽ അർവാഹിൽ നിന്നും ആലമു ദുനിയയിലേക്ക് മനുഷ്യൻ വന്നു എങ്കിൽ ആലമുൽ അർവാഹിൽ സമ്മാനിച്ച റൂഹിനെ ആലമു ദുനിയയിൽ വെച്ച് തിരിച്ചു മടക്കി കൊടുക്കേണ്ടി വരും. ആ വിഷയത്തിൽ പൂർണ്ണമായ ബോധമുള്ളവരാകണം നമ്മൾ. മരണം ഉറപ്പാണ് എന്ന വിഷയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വേണം നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു പോകാൻ. ആലമുൽ അർവാഹിൽ നിന്ന് മനുഷ്യൻ അല്ലാഹുവിന്റെ അടുക്കൽ നിന്നും ജീവനെ വാങ്ങിയോ, റൂഹിനെ വാങ്ങിയോ, ആ റൂഹിനെ അടുത്ത ഘട്ടമാകുന്ന ആലമു ദുനിയയിൽ വെച്ച് അല്ലാഹുവിലേക്ക് തിരിച്ചു മടക്കി കൊടുക്കേണ്ടി വരും.
അതിന് കാലതാമസമില്ല, അതിന് സമയദൈർഘ്യമില്ല. ഈ ദുനിയാവിലുള്ള ജീവിതം, ആലമുദ്ദുനിയയിലുള്ള ജീവിതമാണ് ഏറ്റവും ചുരുങ്ങിയ സമയം. ആലമുൽ അർവാഹിൽ അല്ലാഹുവിന്റെ നിശ്ചയപ്രകാരമുള്ള സമയം കഴിഞ്ഞാൽ പിന്നെ ഒരു ലോകത്ത് പോലും മനുഷ്യന്റെ സമയത്തിന് നിർണതയില്ല. ഏറ്റവും ചുരുങ്ങിയ സമയം മനുഷ്യൻ ജീവിക്കേണ്ടത് ആലമുദ്ദുനിയ, ഈ ആലമുൽ ദുനിയയിലാണ്. അവിടെയാണ് മനുഷ്യൻ ജീവിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയ സമയം. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് സഹാബത്ത് ചോദിച്ച, ഉമർ ഇബ്നു ഉമറേ, ദുനിയാവിനെ കുറിച്ച് പറഞ്ഞു തരുമോ? മസ്സിൽ ലന ദുനിയാ, മസ്സിൽ ലന ദുനിയാ. ഇബ്നു ഉമർ, ദുനിയാവിനെ കുറിച്ച് നിങ്ങൾക്ക് ഉപമ പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. ഈ ദുനിയാവിനെ കുറിച്ച് ഞങ്ങൾക്ക് ഉപമ പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അദ്ദുനിയാ കഹ്ലുമൻ നായിമി. ദുനിയാവെന്ന് പറഞ്ഞാൽ ഉറങ്ങിക്കിടക്കുന്നവന്റെ സ്വപ്നം പോലെയെന്ന് സയ്യിദുനാ ഇബ്നു ഉമർ അൽ ഖത്താബ്. ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യന്റെ സ്വപ്നം പോലെയാണ് ദുനിയാ. ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യൻ എങ്ങനെയാണോ സ്വപ്നം കാണുക, അത്രേ ഉള്ളൂ ഈ ദുനിയാവിന്റെ കാര്യം. രാത്രിയുടെ സായം സന്ധ്യയിൽ ശയനമുറിയിലേക്ക് കടന്ന മനുഷ്യൻ തന്റെ കിടപ്പറയിലേക്ക് മലർന്നു കിടന്നിട്ട് അദ്ദേഹത്തിന്റെ പുതപ്പെടുത്ത മുകളിലേക്ക് അങ്ങ് വിരിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന് മയക്കം വന്നു. ആ മയക്കത്തിൽ കടന്നു വന്നൊരു സ്വപ്നം, ഇന്ത്യൻ പ്രധാനമന്ത്രി ആകുന്നതോ അതല്ലെങ്കിൽ ആകാശത്തിന്റെ വിരിമാനിലൂടെ പറന്നു നടക്കുന്നതോ കോടിക്കണക്കിന് രൂപയുടെ സമ്പത്തുകൾ കുന്നുകൂട്ടി വെക്കുന്നതോ, അങ്ങനെ തുടങ്ങുന്ന അനന്തമായ സ്വപ്നം. ആ സ്വപ്നം അങ്ങനെ കണ്ടുകൊണ്ട് കിടക്കുമ്പോൾ ഉമ്മ വന്നുകൊണ്ട് കാലിൽ തട്ടുന്ന സുബഹിന്റെ സമയമായടാ, എഴുന്നേൽക്ക്. പെട്ടെന്ന് തന്റെ മൂട് മാറ്റിയിട്ട് ചാടി എഴുന്നേൽക്കുന്നു. അങ്ങനെ ഉമ്മ വന്നുകൊണ്ട് തട്ടുമ്പോ മകൻ ചാടി എഴുന്നേൽക്കുന്നു. സുബ്ഹാനല്ലാഹ്, നല്ലൊരു സ്വപ്നമായിരുന്നു, നഷ്ടപ്പെട്ടുവല്ലോ. എന്തൊക്കെ ആഗ്രഹത്തിന്റെ മുകളിലൂടെ സഞ്ചരിച്ചവരായിരുന്നു, എന്തൊക്കെ മോഹങ്ങളായിരുന്നു എന്റെ മനസ്സിൽ, അതൊക്കെ ഈ ഉമ്മ നശിപ്പിച്ചല്ലോ എന്ന് വഴക്ക് പറഞ്ഞുകൊണ്ട് മകൻ ചാടി എഴുന്നേൽക്കുകയാ. പിന്നീട് ഒരിക്കൽ കൂടി ആ പുതപ്പ് പുതച്ചുകൊണ്ടവൻ കിടന്നാൽ പോലും ആ സ്വപ്നം മടങ്ങി വരില്ല. ആ സ്വപ്നത്തിലേക്ക് പിന്നവന് മടങ്ങിപ്പോകാൻ കഴിയില്ല. അത് തന്നെയാണ് സയ്യിദുനാ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്. ഇല്ല, ആ ദുനിയാവെന്ന് പറഞ്ഞാൽ കഹ്ലുൻ നായിമി, ഉറങ്ങിക്കിടക്കുന്നവന്റെ സ്വപ്നം പോലെയാ. ആ സ്വപ്നം പിന്നെ മടങ്ങി വരില്ല. ഈ ദുനിയാവിൽ അല്ലാഹു തന്ന സമയം കഴിഞ്ഞാൽ, ഈ ദുനിയാവിൽ അല്ലാഹു സമ്മാനിച്ച സമയം കഴിഞ്ഞാൽ പിന്നെ ആ ദുനിയാവിലേക്ക് മടക്കമില്ല. പിന്നെ ആ ദുനിയാവ് ഒരിക്കൽ കൂടി കിട്ടണമെന്ന് വിചാരിച്ചാൽ കഴിയില്ല. പിന്നെ ആ സ്വപ്നത്തിലേക്ക് മടങ്ങിപ്പോകണമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. എന്നാൽ ഈ ദുനിയാവിലെ സ്വപ്നത്തിനും അപ്പുറമാണ്. ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ സ്ഥിരതയുടെ കാലതാമസമില്ലാത്ത സ്ഥലമാണെന്ന് ബോധിച്ചു പോയ ഒരുപാട് അധികാരികളെ ദുനിയാവിലുണ്ടായിരുന്നു. ഒരുപാട് മോഹങ്ങളുള്ള ആളുകൾ ഈ ഭൂമിപ്പുറത്ത് ജീവിച്ചിരുന്നു. പക്ഷേ അവരെയും അസ്രായേല് കടത്തിക്കൊണ്ടുപോയി, അവരെയും അസ്രായേല് കൊണ്ടുപോയി. മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടക്കാരനായ ശദ്ദാദ് എന്ന ചക്രവർത്തി വലിയ അഹങ്കാരത്തിന്റെ മൂർത്തി ഭവനത്തിൽ കയറി നിന്ന മനുഷ്യനാണ് ശദ്ദാദ്. സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടക്കാരനായിരുന്നു. മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോ, സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് വിവരിച്ചു കൊടുത്തപ്പോ ശദ്ദാദ് എന്ന അഹങ്കാരിയായ ചക്രവർത്തി സ്വാലിഹ് നബിയോട് പറഞ്ഞു, ഇല്ല, സ്വർഗം അതിനേക്കാളോ, സ്വർഗം എത്രയോ ആഡംബരമായാലെന്താ, സ്വർഗം എത്രയോ
അനുഗ്രഹങ്ങളുള്ളതായാലെന്താ സ്വർഗം നാളെ പാരത്രിക ലോകത്തല്ലേ. പക്ഷേ ശ്രദ്ധാതെന്ന ഞാനുണ്ടല്ലോ ഈ ഭൂമി ലോകത്ത് തന്നെ സ്വർഗം പണിയുമെന്ന അഹങ്കാരത്തിന്റെ വാക്കുമായിട്ട് അദ്ദേഹത്തിന്റെ കൊട്ടാരം സ്വർഗമാക്കാൻ ശ്രമിക്കുകയാണ്. ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ആ കൊട്ടാരത്തിന്റെ ജോലിക്കാര് സ്വർഗമെന്ന കൊട്ടാരം പണിഞ്ഞു കഴിഞ്ഞിട്ട് ശദ്ദാദിനോട് പറഞ്ഞു, ശദ്ദാ എന്റെ ആഗ്രഹത്തിന്റെ അഭിലാഷമാകുന്ന കൊട്ടാരം ഇതാ, എന്റെ ആഗ്രഹത്തിന്റെ അഭിലാഷമാകുന്ന കൊട്ടാരം പൂർത്തിയായിരിക്കുന്നു. ഈ പറഞ്ഞ കൊട്ടാരം ഞങ്ങൾ പണിത് പൂർത്തിയാക്കിയിരിക്കുന്നു. ശദ്ദാദ് സ്വാലിഹ് നബിയെ വെല്ലുവിളിക്കുകയാണ്. പാരത്രിക ലോക ജീവിതത്തിൽ സ്വർഗം കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുന്ന സ്വാലിഹ് ഈ ഭൂമി ലോകത്ത് തന്നെ ശദ്ദാദ് സ്വർഗം കൊടുക്കുകയാ എന്ന് ജനങ്ങളോട് വിളംബരം ചെയ്തുകൊണ്ട് ആ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളിലും തന്റെ സ്വർഗ സമാനമായ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ആ കൊട്ടാരത്തിന്റെ ഉദ്ഘാടന ദിവസമതാ ശദ്ദാദ് എന്ന ഭീകരനായ മനുഷ്യൻ ആ കൊട്ടാരത്തിലേക്ക് ആർഭാടത്തോടെ കടന്നു വരുമ്പോ തന്റെ സ്വന്തം കൊട്ടാരത്തിന്റെ പടിക്കലേക്ക് കാലിറക്കുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ് അസ്റായേൽ കടന്നു വരികയാണ്. അസ്റായേൽ കടന്നു വന്നിട്ട് ആ കൊട്ടാരത്തിന്റെ ഉള്ളിൽ താമസിക്കുവാനുള്ള സമയം പോലും ആ കൊട്ടാരത്തിലേക്ക് കാലിറക്കുവാനുള്ള അവസരം പോലും ആ ശദ്ദാദ് എന്ന മനുഷ്യന് കിട്ടിയില്ല. അതിനു മുമ്പ് ആ മരണത്തിന്റെ മുന്നിൽ കിടന്നു വിടുകേണ്ടി വന്നു. അതിനു മുമ്പ് ആ മരണത്തിന്റെ മുന്നിൽ തലവിളിക്കേണ്ടി വന്നു. ശദ്ദാദിന് മടങ്ങേണ്ടി വന്നു. ദുനിയാവിൽ സ്വർഗം കേൾക്കാമെന്ന് മോഹിച്ച ശദ്ദാദിന് മടങ്ങേണ്ടി വന്നു. അദ്ദേഹം തന്റെ കൈകൾ കൊണ്ട് പണിഞ്ഞ ആ സ്വർഗത്തിലേക്ക് പോലും കാലുവെക്കാൻ കഴിഞ്ഞില്ല. അതുപോലെ ഒരുപാട് സ്വേച്ഛാധിപതികൾ ഇവിടെ ഉണ്ടായിരുന്നു. ഫിർഔൻ എന്ന ഭീകരനുണ്ടായിരുന്നു, അബൂ ലഹബ് എന്ന ഭീകരനുണ്ടായിരുന്നു, അബൂ ജഹൽ എന്ന ഭീകരനുണ്ടായിരുന്നു. അവരെ പോലെ ആർഭാടത്തിന്റെ അലകളില്ലാത്ത, അവരെ പോലെ ആർഭാടത്തിന്റെ ഭവനത്തിൽ കയറി നിന്ന് അഹങ്കരിക്കുന്ന ഒരുപാട് ആളുകൾ ഭൂമി ലോകത്തുണ്ടായിരുന്നു. അമേരിക്ക എന്ന ഏറ്റവും വലിയ സാമ്രാജ്യത്വം ഭരിച്ചിരുന്ന, ഏറ്റവും വലിയ നാട് ഭരിച്ചിരുന്ന ഭരണാധികാരികൾ പോലും മരണത്തെ വെല്ലുവിളിച്ചിരുന്നു. പക്ഷേ ആ മരണത്തിന്റെ മുന്നിൽ തലകുനിച്ചേണ്ടേക്കേണ്ടി വന്നു. ആയിരക്കണക്കിന് സൈന്യങ്ങൾ സായുധരായിട്ട് കാവൽ നിന്നിട്ട് പോലോ, ആയിരക്കണക്കിന് സൈന്യങ്ങൾ സായുധരായി കാവൽ നിന്നിട്ട് പോലോ ഒരു പോരിന് പോലും ഏൽക്കില്ല എന്ന് വാക്കുകൊടുത്തിട്ട് തന്റെ മണിയറക്കകത്ത് കാത്തിരുന്നിട്ട് പോലോ അസ്റായേൽ എന്ന മനുഷ്യനുണ്ടല്ലോ, അസ്റായേൽ എന്ന മലക്കുണ്ടല്ലോ, ആരെയും വകവയ്ക്കാതെ കടന്നു ചെന്നിട്ട് ആ മനുഷ്യന്റെ റൂഹുമായി കടന്നു പോയില്ലേ. ഇസ്രായേലിന് പിന്നെ അനുവാദത്തിന്റെ ആവശ്യമില്ല. തന്റെ സൈന്യത്തെ മുഴുവനും കൊട്ടാരത്തിന്റെ മുന്നിൽ വാളും പരിചയവുമായി നിർത്തി തന്റെ ജീവൻ പിടിക്കാൻ വരുന്ന അസ്റായേലിനെ തടുത്തു നിർത്താൻ. പക്ഷെ കഴിഞ്ഞില്ല. അസ്റായേൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നത് മറിഞ്ഞില്ല, പോയത് മറിഞ്ഞില്ല, കൊണ്ടുപോയി. ഖുർആൻ പറഞ്ഞുവല്ലോ, കം തറഖൂ മിൻ ജന്നാതിൻ വഅയൂൻ. എത്രയോ കൊട്ടാരങ്ങളാണ്, എത്രയോ ആർഭാടകരമായ കൊട്ടാരങ്ങളാണ്, എത്രയോ സുഖമുള്ള നദികളാണ്, എത്രയോ തോട്ടങ്ങൾ ഉടമസ്ഥരായിരുന്നു. പക്ഷേ മരണത്തിന്റെ മുന്നിലേക്ക് കാല് വെച്ചപ്പോ ഒരു കൊട്ടാരവും അവനെ സഹായിച്ചില്ല, ഒരു കൂടാരവും അവനെ സഹായിച്ചില്ല. അവന്റെ കോടിക്കണക്കിന് വരുന്ന സമ്പത്തിന്റെ ഒരു രൂപ പോലും അവന് വേണ്ടിയിട്ട് കാവൽ നിന്നില്ല. അവനെയും കൊണ്ട് മരണം കടന്നുപോയില്ലേ. എത്രയോ സമ്പത്തുകൾ ഈ ഭൂമി ലോകത്ത് പ്രവേശിച്ചു കൊണ്ടവർക്ക് മടങ്ങി പോകേണ്ടി വന്നു. അവന്റെ കൊട്ടാരം, ശദ്ദാദിന്റെ കൊട്ടാരം, അങ്ങനെ സമ്പത്തിന്റെ കലവറകളുമായി ജീവിച്ചിരുന്ന ആളുകൾ അവസാനം തന്റെ സമ്പത്തുകൾ മുഴുവനും ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകേണ്ടി വന്നു. മരണം ഒരു തമാശയല്ല, അതൊരത്ഭുതമാണ്. മരണം ഒരത്ഭുതം തന്നെയാണ്. പരിശുദ്ധമായ ഖുർആനിന്റെ 4 സ്ഥലങ്ങളിൽ മരണത്തിന്റെ അവസ്ഥയെക്കുറിച്ച് അല്ലാഹു വിശദീകരിക്കുന്നുണ്ട്. വിവിധങ്ങളായ സൂറത്തിന്റെ മുഖ്യമായ ഭാഗങ്ങളിൽ അല്ലാഹു മരണത്തെ സൂചിപ്പിക്കുന്നുണ്ട്. മരണത്തിന്റെ വേദന, മരണത്തിന്റെ വെപ്രാളം, മരണത്തിന്റെ പ്രയാസം, മരണത്തിന്റെ അസമാധാനം, സമാധാനമില്ലായ്മ, ഇതെല്ലാം അല്ലാഹു തആല വിശദീകരിച്ചു പറയുന്നുണ്ട്. അതൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് മരണം ഇത്രയും വലിയൊരു കാര്യമാണോ. നമ്മളൊക്കെ നോക്കുമ്പോ ചില ആളുകൾ പ്രായമാകുന്നു,
മരണപ്പെടുന്നു, അവർക്ക് വേണ്ടിയുള്ള ചില കടമകളും കർത്തവ്യങ്ങളും നമ്മൾ നിർവഹിച്ചുകൊണ്ട് അവരെ കൊണ്ട് അടക്കുന്നു. പ്രായമായപ്പോൾ അവർ മരണപ്പെട്ടതല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ ആശ്വസിക്കുകയാണ്. പക്ഷേ അങ്ങനെ ആസ്വദിക്കാനുള്ള, അങ്ങനെ സമാധാനിക്കാനുള്ള സമയമായിട്ടില്ല. ഖുർആൻ മരണത്തെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ ആ മരണം ഒരു തമാശയാണോ, ആ മരണം വെറും ഒരു വിഷയമാണോ എന്ന് നമുക്ക് മനസ്സിലാവുക. പരിശുദ്ധമായ ഖുർആനിന്റെ സൂറത്ത് ഖാഫിന്റെ 19-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല മരണത്തിന്റെ അവസ്ഥ പറയുന്നു. മരണത്തിന്റെ വെപ്രാളം, മരണത്തിന്റെ വേദന അവർക്ക് എത്തിയെന്ന് ഖുർആൻ പറയുകയാണ്. ഒരായത്തിന്റെ ഒരു ശകലം ഭാഗമാണത്. സക്കറാത്തിന്റെ അവസ്ഥയും നമ്മൾ പറയാറില്ലേ, ആ അവസ്ഥയെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്. വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്, സൂറത്ത് അനാമിന്റെ 93-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്. ഈ ആയത്തിൽ അല്ലാഹു മരണത്തിന്റെ വെപ്രാളത്തെ കുറിച്ചാണ് പറയുന്നത്. അസ്റായില് കടന്നു വരുമ്പോ നിരാലംബനായി കിടക്കുന്ന, ആശ്രയമില്ലാതെ മലർന്നു കിടക്കുന്ന മനുഷ്യന്റെ നെഞ്ചകത്തിൽ വരുന്ന വെപ്രാളത്തിന്റെ അവസ്ഥയെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. ഈ ഭൂമി ലോകത്ത് അക്രമകാരികളെ പോലെ നടമാടിയ, അക്രമികളെ പോലെ നടന്നു നീങ്ങിയ മനുഷ്യന്റെ സമീപത്ത് അസ്റായിൽ എന്ന മലക്ക് കടന്നു വരുമ്പോൾ അവന്റെ ഹൃദയം ഇടിക്കുകയാണ്, അവന്റെ മനസ്സ് പ്രയാസപ്പെടുകയാണ്. പ്രയാസപ്പെടുകയായി എങ്ങനെ ഒന്ന് രക്ഷപ്പെടുക? രണ്ടാമത്തെ അവസ്ഥയാ. ആദ്യം അല്ലാഹു സക്രാത്തുൽ മൗത്തിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ ഗമറാത്തുൽ മൗത്ത്, മരണത്തിന്റെ വെപ്രാളം. فلولا إذا بلغت الحلقوم, സൂറത്ത് വാഖിയയുടെ 83-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുകയാണ്, അവരുടെ തൊണ്ടക്കുഴിയുടെ ഭാഗത്തേക്ക് ആ മരണത്തിന്റെ ആസ്വാദനം, ആ മരണത്തിന്റെ ഹൃദയത്തെ കഴിഞ്ഞാൽ ആ പിടിയിൽ നിന്നും മാറിപ്പോകാൻ മനുഷ്യന് കഴിയില്ല. ഫലൗലാ ഇദാ ബലഗത്തിൽ ഹൽഖിന്റെ ഭാഗത്ത് മരണത്തിന്റെ വേദന എത്തിയാൽ, ആ റൂഹ് പിടിക്കുന്ന രംഗം അവന്റെ തൊണ്ടക്കുഴിയിലെത്തിയാൽ ഓരോ ഘട്ടങ്ങളും അല്ലാഹു തആല പറയുകയാ, കല്ലാ ഇദാ ബലഗത് തറാഖിയ വഖീല മൻ റാഖ. സൂറത്ത് ഖിയാമയിൽ അല്ലാഹു പറയുകയാണ്, കല്ലാ ഇദാ ബലഗത് തറാഖിയ വഖീല മൻ റാഖ. ആ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യന്റെ മനസ്സ് മന്ത്രിക്കുകയാണ്, ഈ സമയത്ത് ആരാ എനിക്കൊരു സമാധാനം തരുക, ഈ സമയത്ത് ആരാ എനിക്ക് ആശ്വാസം തരുക എന്ന് വേദനയോടെ നിലവിളിക്കുന്ന മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. ഏതൊക്കെ അവസ്ഥയാണ് മരണത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്? ആ അവസ്ഥകൾ നമ്മുടെ മനസ്സിലേക്കൊന്ന് ഓടി വരട്ടെ. മരണത്തിന്റെ വേദനയെ കുറിച്ച് ഖുർആൻ പറഞ്ഞില്ലയോ? മരണത്തിന്റെ വെപ്രാളത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞില്ലയോ? മരണത്തിന്റെ ആസ്വാദനത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞുവല്ലോ. ഓരോ ഘട്ടങ്ങളിലൂടെ മനസ്സ് കടന്നു വരട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ആരോഗ്യത്തോടെ ഭൂമി ലോകത്ത് ജീവിക്കുമ്പോ ഒരവസരത്തിലൊരു സന്ദേശവുമില്ലാതെ മരണം കടന്നു വരുമ്പോ, ആ മരണത്തിന്റെ മുന്നിലേക്ക് നമ്മൾ നടന്നു പോകുമ്പോ, എന്റെ പ്രിയമുള്ള ഉമ്മ, ഒരു പ്രയാസവുമില്ലാതെ, ഒരു വേദനയുമില്ലാതെ, ഒരു സമാധാനത്തോടെ മരണം നമുക്ക് കൈവരിക്കാം. സമാധാനമുള്ള മരണം കൈവരിക്കാം. ഞാനും നിങ്ങളും തയ്യാറാണോ? ഞാനും നിങ്ങളും അതിന് മനസ്സുള്ളവരാണോ? സമാധാനമുള്ള മരണം, ആശ്വാസമുള്ള മരണം കൈവരിക്കാൻ അക്രമികളായ ആളുകൾ മരണത്തിന്റെ മുന്നിൽ വേദന അനുഭവിച്ചപ്പോ, അനുസരണയില്ലാത്ത വിഭാഗങ്ങൾ മരണത്തിന്റെ മുന്നിൽ തലകുനിച്ചപ്പോ, അവര് വേദന അനുഭവിച്ചപ്പോൾ, ഇനി ഒരു വേദനയില്ലാത്ത ആശ്വാസമുള്ള ഒരു മരണത്തിന് എന്റെ പ്രിയമുള്ള സഹോദരന്മാർ തയ്യാറാണോ? പുഞ്ചിരിയോടെ മരിക്കാൻ, സന്തോഷത്തോടെ മരിക്കാൻ നമ്മൾ തയ്യാറാണോ? മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി
തന്റെ ശിഷ്യന്മാരൊക്കെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ തന്റെ ശിഷ്യന്മാരുടെ മുന്നിൽ വിജ്ഞാനങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോ മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, എനിക്കൊരു അതിഥി വന്നിരിക്കുന്നു, എനിക്കൊരു അതിഥിയായ ആള് വന്നിരിക്കുന്നു. അദ്ദേഹത്തെ ഞാൻ സ്വീകരിച്ചിട്ട് അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചിട്ട് ഞാൻ മടങ്ങി വരാമെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞുകൊണ്ട് ഇൽമു പറഞ്ഞ സദസ്സിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് പോകുകയാണ് സയ്യിദുനാ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി പോയി കഴിഞ്ഞ് ഒരുപാട് സമയം കഴിഞ്ഞിട്ടും ഉസ്താദിനെ കാണാത്തത് കൊണ്ട്, ഒരുപാട് നേരം കഴിഞ്ഞിട്ടും ഉസ്താദിനെ കാണാൻ കഴിയാത്തത് കൊണ്ട് മഹാനായ സയ്യിദുനാ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശിഷ്യന്മാര് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഓടിച്ചെല്ലുകയാണ്. വീട്ടിലേക്ക് ഓടിച്ചെന്നു. കതക് തുറന്നു നോക്കിയപ്പോൾ സുബ്ഹാനല്ലാഹ്, ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി രണ്ട് കൈകളും ഇങ്ങനെ കൂട്ടി കെട്ടിയിട്ട് അദ്ദേഹത്തിന്റെ എല്ലാ ദ്വാരങ്ങളിലും പഞ്ഞു വെച്ചിട്ട് മരണത്തിന്റെ മുന്നിൽ അദ്ദേഹം അങ്ങനെ കിടക്കുകയാണ്. മരണപ്പെട്ട് മരണാസന്നനായി കിടക്കുകയാണ്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ആരെ സ്വീകരിക്കാൻ പോയി? അതിഥിയായി വന്ന മരണത്തെ സ്വീകരിക്കാൻ. പുഞ്ചിരി തോകുന്ന ഹൃദയവുമായി, സന്തോഷമുള്ള മുഖവുമായിട്ട് സമാധാനമുള്ള ഒരു മരണത്തെ അതിഥിയെ പോലെ സ്വീകരിക്കാൻ മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പോയതാ. സന്തോഷത്തോടെ പുഞ്ചിരി തൂകുന്ന മനസ്സോടെ മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി മരണപ്പെട്ട് കിടക്കുകയാണ്. ഇതുപോലെ സന്തോഷമുള്ളൊരു മരണം, ഇതുപോലെ പുഞ്ചിരി തൂകുന്ന ഒരു മരണം ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് അല്ലാഹു കൊടുത്തതുപോലെ ലോകത്തെ കടന്നു വന്ന അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ, സ്വാലിഹീങ്ങൾ, ഔലിയാക്കൾക്ക് അല്ലാഹു സമ്മാനിച്ച സന്തോഷമുള്ളൊരു മരണം എന്റെ പ്രിയമുള്ളവരെ നമുക്ക് ലഭിക്കുമോ? ലഭിക്കണമെങ്കിൽ നമ്മൾ തയ്യാറാകണം. മരണപ്പെട്ട് കിടക്കുന്ന മഹാന്മാരുടെ മുന്നിലേക്ക് മലക്കുകൾ വരികയാ. തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്ന. തതനസ്സലു അലൈഹിമുൽ മലായിക, ആ മരണാസന്നരായി കിടക്കുന്ന മനുഷ്യന്റെ സമീപത്തേക്ക് മലക്കുൽ മൗത്തിന്റെ അകമ്പടിയോട് ഒരുപാട് മലക്കുകൾ കടന്നു വന്നിട്ട് ആ മനുഷ്യനോട് പറയുകയാണ്, അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്ന. നിങ്ങളെന്തിനാ പേടിക്കുന്നത്? നിങ്ങളെന്തിനാ വിഷമിക്കുന്നത്? നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ വിഷമിക്കണ്ട. കാരണം നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ കാൽവെപ്പുകളും നിങ്ങൾ അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചവരാ. നിങ്ങളോടൊപ്പമുള്ള ആളുകൾ ആ സമയങ്ങളെ സന്തോഷിച്ചപ്പോൾ, ആർഭാടം കാണിച്ചപ്പോ നിങ്ങൾ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് മാറി നിന്നവരാ. നിങ്ങൾ അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിച്ചവരാണ്. പാതിരാവിന്റെ സമയങ്ങൾ കൈകൾ ഉയർത്തിക്കൊണ്ട് അല്ലാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിച്ചവരാണ്. അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്ന. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട, അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾക്ക് യാതൊരു പ്രയാസവും വരേണ്ട ആവശ്യമില്ല. വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്ന. സ്വർഗാഡംബരങ്ങളുള്ള സ്വർഗത്തിന്റെ സമോദര വശങ്ങളിൽ നിങ്ങൾക്ക് സുഖിക്കാമെന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ അവർക്ക് ആശീർവാദം കൊടുക്കുകയാണ്. പിന്നെ അവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ള നല്ല ആളുകൾ മരണപ്പെട്ടപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കിയിട്ട് സഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഹൽ തബകി സമാഉ വൽ അർദു അലാ മൗതി അഹ്ലി യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിക്കുകയാ, ഫിർഔൻ എന്ന സ്വച്ഛാധിപതി മരണപ്പെട്ടപ്പോ, ശദ്ദാദ് എന്ന ഭീകരൻ മരണപ്പെട്ടപ്പോ, അബൂജഹൽ എന്ന ഭീകരൻ മരണപ്പെട്ടപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ആശങ്കയോടെ ചോദിക്കുന്നു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ, സഹാബത്ത്
ഈ വിഭാഗക്കാര് മരണപ്പെട്ടപ്പോഴൊന്ന് ആകാശം കരഞ്ഞില്ല, ഭൂമി കരഞ്ഞില്ല, അല്ലാഹുവിന്റെ ഒരു സൃഷ്ടികളും കരഞ്ഞില്ല. സഹാബത്ത് ചോദിച്ചു, നബിയേ ഹൽ തബഖി സമാഉ വൽ അർദു അലാ മൗതി അഹദി യാ റസൂലല്ലാഹ്. ഒരു മനുഷ്യൻ മരിച്ചാൽ ആ മനുഷ്യന് വേണ്ടി ആകാശം കരയുമോ നബിയേ? ഒരു മനുഷ്യൻ മരിച്ചാൽ ആ മനുഷ്യന് വേണ്ടി ഭൂമി കരയുമോ നബിയേ? അങ്ങെന്താ പറഞ്ഞത്? അവർക്ക് വേണ്ടി ആകാശവും ഭൂമിയും ഒന്നും കരഞ്ഞില്ലെന്നോ? അപ്പോ ഏതെങ്കിലും ഒരു മനുഷ്യൻ ആരെങ്കിലും മരിച്ചാൽ അവർക്ക് വേണ്ടി ആകാശഭൂമികൾ കരയുമോ നബിയെ എന്ന് ചോദിച്ചു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇദാ മാതൽ അബ്ദു സാലിഹു വസാലിഹാബിനെ പോലെ, സാലിഹായ ആളുകളെ പോലെ, നല്ലവരായ ആളുകളെ പോലെ ഉള്ള ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ തബഖി സമാഉ വൽ അർളു, ആകാശഭൂമികൾ കരയുമടോ, ആകാശഭൂമികൾ വേദനിക്കുമടോ. അവന്റെ ഇബാദത്തുകൾ കടന്നു പോകുന്ന ആകാശത്തിന്റെ വാതിലുകൾ വിഷമത്തോടെ പ്രയാസത്തോടെ കരയുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. വിഷമത്തോടെ അവര് കരയും. നല്ല ആളുകൾ മരണപ്പെട്ടാൽ ആകാശഭൂമികൾ കരയും. ആകാശഭൂമികൾക്കിടയിലുള്ള വസ്തുക്കളും അവർക്ക് വേണ്ടി കരഞ്ഞ് കേണപേക്ഷിക്കും, പടച്ചവന് ഈ നല്ല മനുഷ്യൻ മരിച്ചുപോയല്ലോ, ഈ മനുഷ്യന്റെ നല്ല ഇബാദത്തുകളായിരുന്നല്ലോ എന്നിലൂടെ ആകാശത്തിലേക്ക് കടന്നു വന്നത്, ഇനി എന്റെ മുന്നിലൂടെ കടന്നു വരാൻ നല്ല ഇബാദത്തുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ വേദനിക്കും. അതുകൊണ്ടാണ് നല്ല സ്വാലിഹീങ്ങളായ പണ്ഡിതന്മാര് മരണപ്പെടുമ്പോ ആകാശങ്ങൾ കരഞ്ഞുകൊണ്ട് മഴ പെയ്യാറുണ്ട്. ഒരുപാട് സ്ഥലങ്ങൾ അങ്ങനെ അനുഭവങ്ങളുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല മരണം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞുവല്ലോ, ഒരു സാലിഹായ മനുഷ്യൻ മരണപ്പെട്ടാൽ, ഒരു സാലിഹത്തായ പെണ്ണ് മരണപ്പെട്ടാൽ ആകാശലോകങ്ങൾ വ്യസനിക്കുമെന്ന്, ആകാശലോകങ്ങൾ കരയുമെന്ന് ലോകത്തിന്റെ നേതാവ് നബിയുനാ മുഹമ്മദ് മുസ്തഫ. എന്റെ പേര് കേൾക്കുന്ന, എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ള ഉമ്മ, നമ്മൾ മരിച്ചാൽ ആകാശം കരയുമോ ഉമ്മ? നമ്മൾ മരിച്ചാൽ ഭൂമി കരയുമോ ഉമ്മ? നമുക്ക് വേണ്ടി കുടുംബക്കാര് പോലും കരയാതെ നമ്മുടെ മോശത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് പരസ്പരം പരിഹസിക്കുന്ന ആധുനിക നൂറ്റാണ്ടിന്റെ മക്കളായിട്ട് നമ്മൾ ജീവിക്കുമ്പോ അല്ലാഹുവിലേക്ക് മടങ്ങണ്ടേ ഉമ്മ? അല്ലാഹുവിന്റെ വിളിയിലേക്ക് നമ്മൾ മടങ്ങി പോകണ്ടേ? അല്ലാഹുവിന്റെ വിലക്ക് ഉത്തരം നൽകിക്കൊണ്ട് മടങ്ങി പോകുമ്പോ ഒരു സന്തോഷമുള്ള മരണം കൈവരേക്കാം, ഒരു ആശ്വാസമുള്ള മരണം കൈവരേക്കാം. എനിക്കും നിങ്ങൾക്കും കഴിയണം ഉമ്മ. അതെങ്ങനെയാ കഴിയുക ഉസ്താദ് എന്ന് ചോദിച്ചാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മാർഗമുണ്ട് ഉമ്മ. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച മാർഗങ്ങളുണ്ട്, അതിലൂടെ കടന്നു പോകണം. അപ്പോ നമ്മൾ മരിച്ചാലും ആകാശലോകങ്ങൾ തേങ്ങിക്കരയും. ഒന്നാമതായി നമ്മൾ എന്ത് ചെയ്യണം? മരിക്കും എന്ന ഓർമ്മ എപ്പോഴും നിലനിർത്തണം. മരിക്കും എന്ന ഓർമ്മ, ആ ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം, എപ്പോഴും ഉണ്ടാകണം. ആ ചിന്ത നഷ്ടപ്പെട്ടാൽ ഇബാദത്തിന്റെ രുചി കുറയും. ആ ചിന്ത നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടാൽ പിന്നെ ജീവിതത്തിന് ഒരു സുഖം ഉണ്ടാവില്ല. മരിക്കും എന്ന ഓർമ്മ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. അതുകൊണ്ടാണ് നബിയുനാ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹാസിബൂ ഖബ്ല അൻ തുഹാസബൂ. നിങ്ങളെ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ സ്വന്തമായി നിങ്ങളുടെ ശരീരത്തെ വിചാരണ ചെയ്യപ്പെടണമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. നിങ്ങളുടെ മരണശേഷം നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങളുടെ ശരീരങ്ങളോട് നിങ്ങൾ തന്നെ ഹിസാബ് നടത്തണം, വിചാരണ നടത്തണമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയേ, ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരാണ് നബിയേ? നമുക്കറിയുമോ ഏറ്റവും വലിയ ബുദ്ധിയുള്ള മനുഷ്യനാരാ?
ഡോക്ടറേറ്റ് നേടിയ മനുഷ്യനാണോ? പ്രസിദ്ധരായ മനുഷ്യനാണോ? ശാസ്ത്രലോകത്തിന്റെ അത്ഭുതങ്ങള് ലോകത്തെ വിവരിച്ചു കൊടുത്ത് പ്രശസ്തി നേടിയ മനുഷ്യനാണോ? ലോകത്താരാ ഏറ്റവും വലിയ ബുദ്ധിയുള്ള മനുഷ്യൻ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചപ്പോ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാനെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുനാ മുഹമ്മദ് മുസ്തഫ